എപ്പിസോഡിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാളിദാസൻ നാട് കടത്തി രാജാ ചന്ദ്രഗുപ്ത വിക്രമാദിത്യ ചക്രവർത്തി. അങ്ങനെ കാളിദാസൻ രാമഗിരി എന്നൊരു സ്ഥലത്ത് ഒരു വേശ്യാഗ്രഹത്തിൽ ഒളിവിൽ താമസിച്ചു. അവിടെ വെച്ച് മഴക്കാലം വന്നു. കാർമേഘം അതിൻ്റെ മേഘങ്ങളെയും തെളിച്ചുകൊണ്ട് അതുവഴി വന്നപ്പോൾ നീർച്ചോലിൽ മണം ചൊല്ലിച്ചു. അപ്പോൾ കാളിദാസൻ വീണ്ടും എഴുതണമെന്ന് തോന്നി. അങ്ങനെ തൻ്റെ ഉജ്ജയിനിയിലുള്ള നായികയ്ക്ക് അയക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് മേഘ സന്ദേശം കാളിദാസൻ എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. രാമഗിരി എന്നൊരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കുന്ന ഒരു യക്ഷനെ കുറിച്ചാണ് പറയുന്നത്. വക്രക്രീഡാ പരിണതഫലം പ്രദർശക വക്രക്രീഡാ പരിണതഫലം പ്രദർശക വക്രാപന്തായ വിഭോദാ പ്രസിദ്ധസ്യോത്തരസ സൗദോത്സന്ന പ്രണയമുഖോ മസ്മപൂരിതേന്യ. ഉത്തരാശിക്ക് പോകുന്ന മേഘങ്ങളെ നിങ്ങൾ എത്രമാത്രം വളഞ്ഞാലും ഉജ്ജയിനിയിൽ കൂടി പോകുക എന്ന നായികയെ ഈ സന്ദേശം ഒന്ന് അറിയിക്കുക. അങ്ങനെയാണ് കാളിദാസന്റെ മേഘ സന്ദേശം തുടങ്ങുന്നത്.